ഗൈസ് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു നമ്മുടെ ഗിൽഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് കണ്ടത്. ഗൈസ് റെയ്സ്റ്റാർ എന്ന് പറഞ്ഞ ഒരുത്തൻ താണ്ടെ അവിടെ നിൽക്കുന്നത് റിയൽ റെയ്സ്റ്റാർ ആണോന്ന് അറിയില്ല. ഗൈസ് റെയ്സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗിൽഡിൻ്റെ ടെസ്റ്റ് നടത്തുവാണ് ഇപ്പോൾ കുറേ പേരുണ്ട്. ഇത് 1v3 ആണ്. അവസാനം ആരാണ് ബോയ് അടിക്കണമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, സോ അത് റിയൽ റെയ്സ്റ്റാർ ആണോ അതോ ഫേക്ക് ആണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തേക്കട്ടോ. ഓക്കെ സാറിൻ്റെ അവൻ മിക്കവാറും അവനെ കൊല്ലാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. കണ്ടോ, കാണിക്കുന്നുണ്ട്. ഞാനിവനെ സ്പെക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഇവൻ ഒരുത്തനെ കില്ലെടുത്തിട്ടുണ്ട്. ഞാനിവനെ സ്പെക്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ്ട് ഇവൻ താണ്ട് അവനെ കില്ല് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തൊരു എനിമിയിൽ അവൻ കണ്ടുകൊണ്ട് അവൻ നേരെ അവനെ പോയി വെടിവെക്കാൻ പോയിട്ടോ. പക്ഷെ അവന് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ റെയ്സ്റ്റാറിനെ ഒന്ന് നോക്കിട്ടോ. റെയ്സ്റ്റാർ അപ്പോഴും ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ അവൻ താണ്ട് നല്ല ഡാമേജൊക്കെ അവന് കിട്ടിയിട്ട് മെഡിക്കിറ്റൊക്കെ അവൻ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് നോക്കുമ്പോഴത്തേനും വേറെ നമ്മുടെ റെയ്സ്റ്റാർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫൈനൽ ബാറ്റിൽ ആവുമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ റെയ്സ്റ്റാർ താണ്ട് പോകുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. നമ്മളാണ് ഞാനിപ്പോൾ റെയ്സ്റ്റാറിന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പുറത്തവൻ എന്താണ് അവിടെ ഇരുന്ന് ഗ്ലൂ പൊട്ടിക്കാൻ നോക്കുവാണ് കേട്ടോ. എനിക്കറിയില്ല ആരാണ് ഇതിനകത്ത് വിജയിക്കുന്നത്. അവരെയാണ് നമ്മൾ നമ്മുടെ ഗിൽഡിൽ ചേർക്കുക. കാരണം അവരെ മാത്രമേ നമ്മൾ ഗിൽഡിൽ ചേർക്കുള്ളൂ. കാരണം എനിക്കിങ്ങനത്തെ റിസ്ക് ഇല്ലാതെ. കാരണം എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ അനുഷ്ഠേടി എന്ന് പറഞ്ഞു. ഇതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ് വെച്ചാമാരെ. ഇനി പിന്നെ നോക്കുമ്പോഴത്തേനും 3 പേരുണ്ട് അല്ലേ? 3 പേരുണ്ട് അല്ലേ? 2 പേരാണോ 3 പേരാണോ അറിയില്ല. എൻ്റെ ഒരുത്തനെ വന്നിട്ട് കില്ല് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും എന്നെ കില്ല് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും തന്നെ കില്ലാകുന്നുണ്ട് കേട്ടോ. ഇനി എന്താണെന്നറിയില്ല ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ TV അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരുത്തനെ അങ്ങനെ അവൻ കില്ലെടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റ് നമ്മുടെ ഹോങ്കോങ്ങിനെ കില്ലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ അടുത്തായിട്ട് നടക്കാൻ പോണ 1v2 കണ്ടോ. ഈ ചിക്കൻ കുറേ ബോംബൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, തന്നെ അവൻ കുറേ ബോംബൊക്കെ വലിച്ചെറിഞ്ഞിട്ടും പറ്റുന്നില്ല കേട്ടോ. ആയിട്ട് അവൻ തന്നെ നമ്മൾ ലോഞ്ച് കാർഡ് ഉപയോഗിച്ചിട്ട് അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് കേട്ടോ. സോണിൻ്റെ പുറത്ത് പോയിട്ട് അവന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവൻ തന്നെ സോണിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. മറ്റേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, മറ്റവനിവിടെ സോണിൽ ഇവിടെ വെറുതെ കിടന്നിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരാണെന്നറിയില്ല. അവനുമായിട്ട് 1v1 ആണ് ഇപ്പം നടക്കുന്നത്. ഓക്കേസ് എനിക്കറിയില്ല ഇവയ്ക്ക് എന്താ നടക്കാൻ പോണേന്ന്. ഓക്കേസ് തന്നെ എല്ലാവരും മേളിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ചേച്ചൊക്കെ മേളിയിട്ട് പോയിട്ട് നമ്മൾ തന്നെ നോക്കുമ്പോഴത്തേനും തന്നെ മറ്റവൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് മറ്റവനവന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവന്മാർ 2 പേരും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരുമില്ല കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് ഒരാളെ വിജയിക്കുള്ളൂ എന്നുള്ള ഉറപ്പാട്ടോ. മറ്റവന് ഹെഡ് കൊടുത്തു. പക്ഷെ മറ്റവന് ക്രിസ്ത്യാനോ ആയതുകൊണ്ട് CR7 ആയതുകൊണ്ട് അവൻ തന്നെ ഗ്ലൂ പോലത്തെ സംഭവം ഇട്ടിട്ടോ. അതുകൊണ്ട് അവന് നന്നായിട്ട് ഗ്ലൂ വാൾ പോലത്തെ ആയിട്ടോ. എന്നിട്ട് മറ്റവൻ തന്നെ അവനെ കൊല്ലാൻ വേണ്ടി ഓടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേഷനാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ബാറ്റിൽ കഴിഞ്ഞത് കുറച്ച് നേരം മുമ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ഇടുന്നത്. തന്നെ അവനെ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. മറ്റേ ന്യൂ ഗൺ അവന് കിട്ടിയതുകൊണ്ട് അവൻ ഗ്ലൂ വാൾ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനെ കിട്ടിയിട്ടില്ല. അവൻ വേറൊരു 150 ആണോ എത്രയാണെന്ന് അറിയില്ല. നമ്മൾ
എന്തായാലും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 ലൈക്കാണ്. ഇതൊന്നും നടക്കൂലെന്ന് എനിക്കറിയാം, കാരണം ഇതുവരെ 50 വ്യൂസിന് കിട്ടിയിട്ടില്ല. കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. എങ്കിൽ പിന്നെ ഇനി മുതൽ 50 വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ സാധന അവനിപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പെക്റ്റേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടോ വെച്ചന്മാരെ നമുക്ക് അതാണ്ട് കിടക്കുന്നു വെച്ചന്മാർ. ഓക്കെ എല്ലാവർക്കും ഓക്കെ നമ്മുടെ ഈ ചെക്കുന്നുണ്ട് ജയിച്ചിട്ടുണ്ട് കേട്ടോ. പോയി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ വരുന്ന വരെ അപ്പോൾ നമ്മളൊരു ഇമോജിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ബൈ ബൈ.